ചെയ്യാം. ഹല്ലേലൂയ. അതേ വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കടന്നു വന്ന ദൈവ മക്കൾക്ക് എൻ്റെ സ്നേഹം വന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നല്ല ആമേൻ. ഞങ്ങൾ മാറി മാറി ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ രണ്ടുപേരെയും ഇടയാക്കി. അതിന് കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് തുടർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് മുന്നിൽ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വചന ശുശ്രൂഷയായിട്ട് നമുക്ക് കടക്കാം. ഇന്ന് കർത്താവ് വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മൾക്ക് വചന ശുശ്രൂഷിക്കാൻ നമുക്ക് വചന ലെറ്റ്സ് ടേക്ക് അവർ അറ്റൻഷൻ ടു ആക്ട്സ് chapter 5 verse 1-11. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 1 തൊട്ടുള്ള 11 വരെയുള്ള വാക്യം നമ്മൾ ധ്യാനിക്കാം. ഹല്ലേലൂയ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ട് വന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ന്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? അത് വിൽക്കുന്നതിന് മുൻപേ അത് നിന്റെ ആയിരുന്നില്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞു. വിറ്റ ശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞു. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യനോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. മതി. 5 അപ്പോസ്തല പ്രവൃത്തി 5-1 തൊട്ടുള്ള 11 വരെയുള്ള വാക്യത്തിൽ അനന്യാസും സഫീറയും കുറിച്ച് പറയപ്പെടുന്ന ഒരു അധ്യായമാണ്. നമ്മുടെ ഈ ഒരു സമയത്തിൽ, ഈ ഒരു പ്രസന്റ് ടൈമിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്രയോ വട്ടം നമ്മൾ പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിന്റെ എതിരായുള്ള പാപം കർത്താവ് യേശുക്രിസ്തു ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ എതിരായി കള്ളം പറയുന്നതും മോശം പറയുന്നതും വെച്ച് പൊറപ്പിക്കപ്പെടുകയില്ല. അതിനർത്ഥം ദൈവം അതിനെ അനുവദിക്കുന്നില്ല എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും ഒരു റീസൺ പറയുന്നത്. എൻ്റെ ഒരു സാഹചര്യം ഉണ്ടാ ഞാനിങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറയും. ഒരാള് സാഹചര്യം വരുമ്പോൾ കള്ളം പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പിന്നെയോ കള്ളത്തര മോഷ്കിന്റെ ആത്മാവ്. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എങ്ങനുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് കള്ളം പറയുന്നെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ എതിരായും കള്ളം പറയും, പരിശുദ്ധാത്മാവിനോടും അവൻ കള്ളം പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ അനന്യാസും സഫീറ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവർ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ എതിരായി പ്രവർത്തിച്ചപ്പോൾ അതിനുള്ള പണിഷ്മെന്റ് സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തു. ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ടൈമില് നമുക്ക് ചിന്തിക്കാം, ആർക്ക് വേണമെങ്കിലും വന്ന് നിന്ന് ശുശ്രൂഷിക്കാം, ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ടാഗ് ജനറലി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസന്റ് ടൈമിൽ ആർക്ക് വേണമെങ്കിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴും ആര് വേണമെങ്കിലും വചനം പറയുമ്പോഴും ശ്രദ്ധിച്ചോണം, ഈ മനുഷ്യന്റെ മുന്നിൽ ആ വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയായിട്ടാ അവരെ അപ്പിയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ? നല്ലൊരു വ്യക്തിയായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് നോക്കുക, യാഥാർത്ഥ്യം ആർക്കും അറിയത്തില്ല. അവൻ മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്തുമായിരിക്കുന്നതും ആർക്കും പറയുവാൻ പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ കാണുന്നത് ഇപ്പോഴത്തെ എങ്കിൽ ദൈവം കാണുന്നത് ഇപ്പോഴത്തെ മുന്നിലെയും പുറയിലെ എല്ലാം ആ ദൈവം കാണുന്നത്. ഹല്ലേലൂയ.
അതിനർത്ഥം ദൈവത്തിന്റെ കൺമുൻപില് ദൃഷ്ടിയില് ഒന്നും നമുക്ക് മറയ്ക്കുവാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം മറന്നു പോകല്ല. ഒന്നാമത്തെ ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറയ്ക്കുവാൻ പറ്റുകയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ദൈവത്തിന് കൊടുക്കുകയും ചെയ്തേ മതിയാകൂ. നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ നമ്മൾ പറയുവാൻ ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. നമ്മൾ അവിടെ പോസ്റ്റ് കാണിക്കുന്നു അല്ലെങ്കിൽ കള്ളത്രം കാണിക്കുന്നു. അവിടെ അങ്ങനെ കാണിക്കുവാൻ നമ്മളെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ഹല്ലേലൂയ. അനന്യാസ് എന്ന മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി ഹല്ലേലൂയ ഒരു കള്ളത്രം കാണിക്കുവാൻ ഇടയായി. അത് ദൈവദാസനായ അപ്പോസ്തലന് അത് വെളിപ്പെടുവാൻ ഇടയായി. പത്രോസിന് എങ്ങനെ വെളിപ്പെട്ടു? ഹല്ലേലൂയ. ഒരു ദൈവദാസൻ നീതിയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ സഭയുടെ അകത്ത് ആലയത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിനെ വെളിപ്പെടുത്തിയിട്ട് നമ്മൾ അത് പറയുക അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും ആ ദേവദാസനെ വേണമെങ്കിൽ നമ്മൾ രണ്ട് ചീത്തയും പറഞ്ഞിട്ട് പോകും. പക്ഷേ മറന്നു പോകല, ആ ദേവദാസനെ വെളിപ്പെടുത്തിയത് ഒരു മനുഷ്യനല്ല, ഒരു പ്രമാണികളല്ല, അവനെ വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ ആത്മാവാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യാജം കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിൽ കൂടെ അത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യനോട് ഒന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തിട്ട് നമ്മൾ സോറി പറഞ്ഞാൽ അവര് ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അവര് മറക്കത്തുമില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനോട് തെറ്റ് ചെയ്താൽ പരിശുദ്ധാത്മാവ് മറക്കുകയില്ല, പോറുകയും ചെയ്യുകയില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ ഒരു വേറെ മനുഷ്യനായി നമ്മൾ ആകാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ ആലയത്തിൽ പോകുവാൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ നമ്മൾ ആലയത്തിൽ പോകണം. ഹല്ലേലൂയ. തലമുറകൾ ദൈവത്തിന്റെ ഹിതപ്രകാരം വളർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വളർത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അനന്യാസും സഫീരയും അനുഭവിച്ച ഒരു ദണ്ഡ അല്ലെങ്കിൽ പണിഷ്മെന്റ് അവർക്ക് വരാതിരിക്കും. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. മനസ്സിലാകുന്നവരെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് എസെൻഷ്യൽ ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്. ആദ്യം വേണ്ടത് അന്ന് 5:3-4 വാക്യം ഇങ്ങനെ പറയുന്നു. ഒന്ന് വായിച്ചാൽ 5:3-4 അനന്യാസും സഫീരയും പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞു. ഹല്ലേലൂയ. ആരോടാ കള്ളം പറഞ്ഞത്? രാജാവിനോടാണ് കള്ളം പറഞ്ഞത്? പ്രമാണിയോടാണ് കള്ളം പറഞ്ഞത്? പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവ്, അഥവാ കർത്താവായ യേശു ക്രിസ്തു എടുക്കപ്പെട്ട ശേഷം മെസ്സഞ്ചറായി കർത്താവ് ഈ ഭൂമിയിൽ അയച്ച ആത്മാവ് പരിശുദ്ധാത്മാവെന്ന്. ഹല്ലേലൂയ. ഈ ആത്മാവ് ന്യായത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാവ്. ഹല്ലേലൂയ. ഈ പ്രസന്റ് ടൈമിൽ പലപ്പോഴും പല സങ്കടങ്ങളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കത്തില്ല, അന്യഭാഷയിൽ വിശ്വസിക്കത്തില്ല. അവർ എന്തോ പഠിപ്പീരി, എന്തോ കാഴ്ചപ്പാട്, എന്തോ എനിക്കും അറിയത്തില്ല. നമ്മുടെ ബന്ധികോ സമൂഹത്തിലാണ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏത് വചനത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പഠിപ്പീരി നടക്കുന്നോ അവിടെ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരാൾ എന്നിട്ട് നാളെ പറയുക നിങ്ങൾ എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവ് അത് കണക്കെടുത്തില്ല എന്ന്, പരിശുദ്ധാത്മാവോട് നിങ്ങൾ വ്യാജം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല എന്ന് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുവാങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാങ്കിൽ ദൈവമക്കളെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആ ഒരു ഉദ്ദേശത്തിന് നിങ്ങൾ ചെവി കൊടുക്കല്ല.
ആ ഉദ്ദേശത്തിൽ നിങ്ങൾ ചെവി കൊടുക്കല്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ എതിരായി പാപം ചെയ്തപ്പോൾ അവർക്ക് ശിക്ഷ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ എതിരായി നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്തൊക്കെയാ പരിശുദ്ധാത്മാവിന്റെ എതിരായുള്ള പാപം? ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ എതിരായി സംസാരിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യം പറയുവാൻ പാടില്ല. മൂന്ന്, പരിശുദ്ധാത്മാവ് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാനും പാടില്ല. ഈ പരിശുദ്ധാത്മാവ് പോഷിന്റെ ആത്മാവല്ല, പിന്നെയോ അസത്യത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മളിൽ പകരപ്പെട്ടോണ്ട് അന്യഭാഷയിൽ ആരാധനകൾ വെളിപ്പെടുന്നത്. ഈ ആത്മാവ് ഉള്ളോണ്ടാ നമ്മുടെ പാപം, നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത്. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക, അനനിയാസും സഫീരയും പത്രോസിന്റെ അടുത്ത് ചെന്നപ്പോൾ പത്രോസ് ചോദിക്കുന്ന സമയത്തും അവരൊരു സത്യം പറഞ്ഞിരുന്നെങ്കിൽ, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മറയ്ക്കാതിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പം ഒരു മാനസാന്തരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൊടുത്തിരുന്നേനെ. ഹല്ലേലൂയ. ആമേൻ. അവർ കളഞ്ഞതെന്ന് അറിയാമോ? ഒരു മാനസാന്തരപ്പെടുവാനുള്ള അവസരം അവർ കളഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നമുക്ക് പല അവസരങ്ങൾ തരുമ്പോഴും മാനസാന്തരപ്പെടുവാൻ ഓരോ അവസരങ്ങളും ഓരോ ദിവസങ്ങളും മാനസാന്തരപ്പെടുവാനുള്ള അവസരമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം വേണം. ഹല്ലേലൂയ. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാൻ നമുക്ക് ഒരു മടി വേണ്ട. ഞാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറയും, ശരി ഞാൻ ചെയ്ത തെറ്റാ, നീ മുന്നിലുള്ള ആള് നീ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കണം. ഹല്ലേലൂയ. അതിന് ഞാൻ മറച്ചു വെക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. ആമേൻ. മറച്ചു വെക്കുവാൻ പാടില്ല. നമ്മുടെ എന്ന് മറച്ചു വെക്കുന്നോ അന്ന് നമ്മുടെ ഗ്രോത്ത് ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച വേണമെങ്കിൽ മറച്ചു വെക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? രണ്ട് വളർച്ചകളുണ്ട്. ഒന്ന്, പൈശാചിക ശക്തികൾ തരുന്ന വളർച്ചകളും, രണ്ട്, ക്രിസ്തുവിൽ ലഭിക്കപ്പെടുന്ന വളർച്ചകളും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വളർച്ച വേണ്ടിയത്. നമ്മൾക്ക് മുന്നോട്ടൊരു വളർച്ച വേണമെങ്കിൽ, ഒരു മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറക്കില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വന്ന്, കർത്താവ് യേശു ക്രിസ്തു തന്റെ പിതാവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് അത് മാനസാന്തരപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കൂടെ ഉണ്ട് എല്ലാവരും. ആമേൻ. എന്നോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ ആത്മാവ് ഇടപെടത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടി ഗ്രോത്ത് വേണമെങ്കിൽ, അത് സ്പിരിച്വൽ ഗ്രോത്ത് ആയിക്കൊള്ളട്ടെ, പേഴ്സണൽ ഗ്രോത്ത് ആയിക്കൊള്ളട്ടെ, ഏത് ഗ്രോത്ത് വേണമെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവോട് നമ്മൾ മറയ്ക്കുവാൻ പാടില്ല. എന്ന് നമ്മൾ മറയ്ക്കുവാൻ നിർത്തുന്നു, അന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി ഭൗതികമായ ഒരു വളർച്ച ദൈവം നമുക്ക് തരും. Yes or no? Yes or no? Are you there with me? Hallelujah. ആത്മീയമായിട്ട് വളർച്ച നമുക്ക് പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ എനിക്ക് വളർച്ച വരുന്നില്ല, എനിക്ക് പൈസ വരുന്നില്ല, എനിക്ക് ജോലി വരുന്നില്ല, എനിക്ക് പണം വരുന്നില്ല, എനിക്ക് അത് വരുന്നില്ല, എനിക്ക് ഇത് വരുന്നില്ല. പരാതികൾ ഇഷ്ടം പോലെ. പക്ഷെ കർത്താവായ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, നീ മറയ്ക്കാതിരിക്കുന്നെങ്കിൽ, നീ എന്ന് എൻ്റെ മുന്നിൽ ട്രാൻസ്പെറന്റ് ആകുന്നു, അന്ന് ഞാൻ നിന്നെ വളർത്തും. ഹല്ലേലൂയ. അന്ന് തൊട്ട് നിന്റെ വളർച്ചയുടെ ആരംഭമായിരിക്കും. നീ ചോദിക്കാതെയും ചോദിച്ചതും ചോദിക്കാതെയും ഞാൻ നിനക്ക് തരുന്ന
ആത്മാവ് ഞാൻ തരുന്നത് ഒരു ദൈവമെന്നുള്ള കാര്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഗ്രോത്ത് ഇല്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യാതെ ആമേൻ അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോകല്ല, നീ പരിശുദ്ധാത്മാവിലോ എന്തോ മറയ്ക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഈ സഭയോട് ദൂതമാ പറയുവാനുള്ളത്, ആമേൻ, നീ മറയ്ക്കില്ല. നീ ലോകത്തിലെ വ്യക്തികളോട് പലതും മറച്ചാല് നീ പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ ഒന്നും മറയ്ക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ നമ്മൾ മറച്ചാല് അവിടെ നമ്മുടെ വളർച്ച അവിടെ കൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും. വളർച്ച വേണോ? മറയ്ക്കാതിരിക്കുക. വളർച്ച വേണോ? എന്ത് ചെയ്യണം? മറയ്ക്കാതിരിക്കുക. വ്യക്തമായിട്ട് അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോണം. നീ അതല്ല, നീ നമുക്കല്ല എന്ന് പറഞ്ഞ വിടേണ്ടിയവർക്കും വിടാം. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു, നീ എന്ന് എന്റെ സന്നിൽ ഇരുന്ന് ട്രാൻസ്പെറന്റ് ആകുന്നു, എന്ന് നീ എന്റെ മുന്നിൽ നിന്ന് ട്രാൻസ്പെറന്റ് ആകുന്നു, അന്ന് നീ അറിയാതെ തന്നെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരുന്നത്. ആമേൻ. ദൈവം എന്നുള്ള കാര്യം നീ മറന്നു പോകല്ല. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതും ഈ ആലോചനയും ഞാൻ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും എന്റെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ പറയുന്ന ഒരു പദമുണ്ട്, പരിശുദ്ധാത്മാവിന് സകലതും അറിയാമല്ലോ, ദൈവത്തിന് സകലതും അറിയാലോ, ഞാൻ എന്തിന് പിന്നെയും ട്രാൻസ്പെറന്റ് ആയിരിക്കണമെന്ന്. പക്ഷെ ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നിന്റെ ജീവിതത്തിൽ നീ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്നെങ്കിൽ, നീ നിഷ്കളനായിരിക്കുന്ന ഇന്നസെന്റ് ആയിരിക്കുന്നെങ്കിൽ, ഞാൻ നിന്നെ വളർത്തുന്ന ദൈവം എന്നുള്ള കാര്യമാണ് ഇന്ന് പകൽ പരിശുദ്ധ വ്യക്തമായിട്ട് ഇവിടെ ആലോചന വിളിച്ചു പറയുന്നു. യേശുവിന്റെ അധികാരമുള്ളവന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ളവന്റെ നാമത്തില്. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, God values motives more than appearance. ആമേൻ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Man looks outside, man looks at outwards appearance, but the Lord looks at the heart. ഒന്ന് വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. ഒന്ന് ശമൂവേൽ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 Samuel chapter 16 verse 7. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവന് തെളിയിരിക്കും. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. നീ വ്യക്തമായിട്ട് യഹോവയുടെ അരുളപ്പാട് ശ്രദ്ധിച്ചോണം. മനുഷ്യൻ നോക്കുന്നത് പുറമേതാങ്കിൽ ദൈവം നോക്കുന്നത് ഉള്ളങ്ങളെയാണ്. വ്യക്തമായിട്ട് ദൈവത്തിന് അരുളപ്പാടാണ്. ഹല്ലേലൂയ. നീ നോക്കുന്നുണ്ടല്ല ഞാൻ നോക്കുന്നത്. ശമൂവേലേ, നീ നോക്കുന്നുണ്ടല്ലേ, നീ നോക്കുന്നത് പുറമേ ഉള്ള അപ്പിയറൻസ് ആണെങ്കിൽ ഞാൻ നോക്കുന്നത് ഹൃദയമാണ്. ആമേൻ. എന്റെ പുറമെ നോക്കി എന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മുഷിഞ്ഞ അഭിപ്രായങ്ങൾ, ഗുഡ് ആൻഡ് ബാഡ് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയുവാനുണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തെ നോക്കുവാൻ ഈ മനുഷ്യർക്ക് ആർക്കും പറ്റുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ പുറമെ നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി ന്യായ വിധിക്കാൻ പോകുന്നത്. ദൈവം ന്യായ വിധിക്കാൻ പോകുന്നത് ഉള്ളങ്ങളെ നോക്കിയാ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങൾ എങ്ങനെ, നമ്മുടെ ഉള്ളം എന്ന് പറയുമ്പോൾ ഹൃദയം എത്ര ട്രാൻസ്പെറന്റ് ആയിരിക്കുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്നു, അത്രമാത്രം ദൈവം നമ്മളെ വളർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യനിന്റെ പുറമേന്ന് നോക്കി നിന്നെ വേറെ വിധികൾ വിധിക്കുമ്പോൾ ഇന്ന് പകല് ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനെ വെളിപ്പെടുന്നു, ഞാൻ നിന്റെ പുറമെ നോക്കിയല്ല മകനെ ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത് നിന്റെ ഹൃദയത്തെ നോക്കിയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ നിർത്തുന്നത് നിന്റെ ഹൃദയം നോക്കിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? ശമൂവേലിനോട് വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുക, നീ പുറമേന്ന് നോക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തിന്റെ മേൽ, ശരീരത്തിലായിരിക്കുന്ന സമയം ശരീരത്തെ നോക്കി നീ ജഡ്ജ് ചെയ്യുമ്പോൾ നീ പുറമെ നോക്കി എന്ന് പറയുമ്പോൾ ദൈവം പറയുമ്പോൾ ഞാൻ ഹൃദയങ്ങളെ നോക്കിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ ഉള്ളം കാണണമെങ്കിൽ ആ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ.
പുറമേന്ന് നോക്കുന്ന ചില വെള്ളത്തിന്റെ പുറമേന്ന് നോക്കും. നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വെള്ളത്തിന്റെ ആഴങ്ങളെ നോക്കുന്നത്. ഹല്ലേലൂയ. എവിടെ നിന്റെ എത്തത്തില്ലയോ, എവിടെ നമ്മുടെ കണ്ണെത്താത്ത സാഹചര്യമുണ്ട്, അവിടെ സ്വർഗത്തിലെ കണ്ണെത്തു തന്നെ ചെയ്യുമാ. എവിടെ പുറമേന്ന് നമുക്കൊരു പരിമിതി ഉണ്ടെങ്കിൽ ഇത് സ്വർഗത്തിലെ കണ്ണിനൊരു പരിമിതിയില്ലെന്നുള്ള കാര്യമാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. എന്റെ കാഴ്ചയുടെ മുന്നിൽ ഒന്നും മറഞ്ഞു നിൽക്കാത്ത രീതിയിൽ ഇന്ന് ദോഷങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ആമേൻ. എന്റെ കണ്ണിന്റെ മുന്നിൽ ചിലത് ആമേൻ മറഞ്ഞിട്ടില്ല. ആമേൻ. നിനക്ക് മനുഷ്യന്റെ മുന്നിൽ മറച്ച പല വിഷയങ്ങളുണ്ട്, വ്യക്തികളുമായിട്ട് മറച്ച പല വിഷയങ്ങളുണ്ട്. പക്ഷെ നിനക്ക് എന്റെ കണ്ണിന്റെ മുന്നിൽ രക്ഷപ്പെടുവാൻ പറ്റുകയില്ല. അങ്ങനെ രക്ഷപ്പെടുവാൻ പറ്റിയിരുന്നെങ്കിൽ ജോനയോട് ചോദിച്ചേനെ. ജോന പറയുമോ, ഇല്ല, എന്റെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഞാൻ പോയാലും മീന്റെ വയറ്റിൽ കിടന്നാല് അവിടെയും എന്റെ എന്റെ കൂടെ നിൽക്കുന്ന കരമുണ്ട്, അവിടെയും എന്റെ കാഴ്ച എത്തുന്ന ദൈവത്തിന്റെ കാഴ്ചയുണ്ട്, അവിടെയും എത്തുന്ന ഒരു കണ്ണുണ്ട്, ദൈവത്തിന്റെ കണ്ണാ. സമുദ്രത്തിന്റെ ആഴത്തിൽ ഇരുന്നപ്പോഴും മീനിന്റെ വയറ്റിന്റെ അകത്ത് മനുഷ്യനായ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ വയറ്റത്ത് നിർമ്മാമേന് ജോനെ വിഴുങ്ങിയ ശേഷം ആ മീനിന്റെ വയറ്റത്തിനകത്തും അവനെ തേടി അവനെ സുരക്ഷിതം കൊടുത്ത് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവന്റെ ശ്വാസം നിലനിർത്തി അവനെ പരിപാലിച്ച ദൈവത്തിന്റെ കണ്ണുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് പോലും ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. പറയുവാനെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് പറയുവാൻ പറ്റുകയില്ല. മൂന്നാമത്തെ കാര്യം, the fear of the Lord builds a strong church. ഹല്ലേലൂയ. പ്രോവർബ്സിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് Proverbs chapter 10 9 verse 10 വായിച്ചാട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പോൾ യഹോവ ഭക്തി എന്തിന്റെ? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. The fear of the Lord or എന്തോ ചെയ്യും is the beginning of wisdom. അപ്പോൾ അത് മാത്രമല്ല, ഇത് സ്ട്രോങ് ചർച്ചിനെ ബിൽഡ് ചെയ്യുവാനിടയാ. ഹല്ലേലൂയ. It will build a strong church. ഹല്ലേലൂയ. ദൈവത്തെ ഭക്തി ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ചർച്ചാക്കി ദൈവം മാറ്റിയെടുക്കും. രണ്ടാമത്തെ ഒരു വാക്യം ഒന്ന് വായിച്ചേട്ടെ. ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. ഫിലിപ്പിയൻസ് chapter 2 verse 12 ഇങ്ങനെ പറയുന്നു. ഞാൻ തന്നെ വായിക്കാം. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി. ശ്രദ്ധിച്ചോണം, ഞാൻ അരികിൽ ഇരിക്കുള്ളപ്പോഴല്ല, ഞാൻ ദൂരത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും അധികമായി ഭയത്തോടെ വിരലോടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പം അതിനെ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു. Philippians chapter 2 verse 12. With fear and trembling. Work out your salvation with fear and trembling. അല്ലേ? വിരലോടെ അല്ലേ? അപ്പോൾ ദൈവം കർത്താവ് യേശുക്രിസ്തു അടുത്തുള്ളപ്പോൾ മാത്രമല്ല, കർത്താവ് ദൂരെ ആണെങ്കിലും നമ്മൾ കർത്താവിനെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിരലോടെ ട്രംബ്ലിംഗ്, ആമേൻ, നമ്മുടെ സാൽവേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, അതിന്റെ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ന്റെ 2-ാമത്തെ വാക്യവും 1 യോഹന്നാന്റെ പുസ്തകം 1-ന്റെ 7-9 വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇൻക്വിറ്റീസ് ആ ദൈവത്തെയാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ പാപങ്ങൾ എത്ര അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കരുത്. അപ്പൊ നിങ്ങളുടെ നമ്മുടെ പാവങ്ങളെ കേൾക്കാത്ത സർവശക്തനായ ദൈവം മോഹത്തെ മറക്കത്തില്ല. മറയ്ക്കുന്ന ദൈവമല്ല.
അപ്പോൾ ഇവിടെയും പറയുന്നത് ട്രാൻസ്പെറൻസിയാ. അപ്പോൾ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ഏറ്റു പറയുവാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ കേൾക്കാത്ത ദൈവമല്ല, നിങ്ങളുടെ പാപങ്ങളെ കേട്ട് മുഖം മറയ്ക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ പാപങ്ങളെ കേട്ട് നിങ്ങളെ മാനസാന്തരത്തേക്ക് നയിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയും കാണിക്കുന്നത് ട്രാൻസ്പെറൻസി കാണിക്കുന്നു. ഹല്ലേലൂയ. ആണല്ലയോ? അങ്ങനെയെങ്കിൽ അതിൽ കാണിക്കുന്നത് sin hinders the fellowship and spiritual growth. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കാതിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ പാപമാണ്. ഹല്ലേലൂയ. അതായത് ഈ പാപം മുഖാന്തരം എന്ന് ദൈവം നമ്മളുമായിട്ട് സെപ്പറേറ്റ് ആയോ അന്ന് തൊട്ട് നമ്മുടെ ഗ്രോത്ത് അവിടെ കൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എത്ര നീ കയ്യും കാലിട്ട് അടിച്ചെന്ന് പറഞ്ഞാലും, എത്ര ജ്ഞാനത്തോട് നമ്മൾ നീ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തു ചെയ്തെന്ന് പറഞ്ഞാലും, ആമേൻ, ദൈവം ആമേൻ പുത്രനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ, സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്താലും വിജയം ലഭിക്കത്തില്ല. നീ തപ്പിക്കോണ്ട് നടക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തപ്പിക്കൊണ്ട് നടക്കത്തുള്ളൂ. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റില്ല. ഹല്ലേലൂയ. അതിന് മുറിച്ചു മാറ്റുന്ന എന്തെങ്കിലും തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവേ എൻ്റെ പാവങ്ങളെ അത് എടുത്ത് മാറ്റി അങ്ങുമായിട്ടുള്ള റിലേഷനെ സ്ട്രോങ് ആക്കണമെന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 7-9 വാക്യം ഇങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Walking in the light restores the fellowship and cleansing. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ. അപ്പോൾ അവൻ വെളിച്ചമെങ്കിൽ ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നെങ്കിൽ നമുക്കൊരു നല്ല കൂട്ടായ്മയുണ്ട്. ഇന്ന് പകല് ഇവിടെ ഒരു നല്ല കൂട്ടായ്മ ലഭിച്ചത് അവൻ വെളിച്ചമായുണ്ട്. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നോണ്ട് ഇന്ന് പകൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? അപ്പൊ നല്ലൊരു കൂട്ടായ്മ വേണമെങ്കിൽ വെളിച്ചത്തിൽ നടക്കണം. ആമേ. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിലായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ കൂടെ 24 മണിക്കൂറും 365 ദിവസം നടന്നാൽ മാത്രമേ നമുക്ക് വെളിച്ചത്തിലായിരിക്കുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നല്ലൊരു കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരത്തുള്ളൂ. ആമേൻ. അവസാനത്തിന്റെ വാക്യം 1-2 കൊരിന്ത്യർ ലേഖനം 8:12 ഇങ്ങനെ പറയുന്നു. If the willingness is there, the gift acceptable according to what one has done. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. ഒരുത്തന് മനസ്സുരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ആമേൻ. പ്രാപ്തി ഇല്ലാത്തവൻ ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? എൻ്റെ കൂടെ ദൈവം പ്രാപ്തിയുള്ളവനെ ദൈവ ശുശ്രൂഷിപ്പിക്കത്തുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നത്തെ ഇപ്പൊ നടക്കുന്നത് ഞാൻ പറയാം. വിളിച്ചവൻ ഒന്നേ ഉള്ളൂ, വിളിക്കാത്തവര് 100. മനസ്സിലാക്കില്ല? പിടികിട്ടുന്നോ? 90 ഒരാളായിരിക്കും വിളിക്കപ്പെട്ടത്, ബാക്കി 99 യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങൾ എന്നോട് അംഗീകരിച്ചാലും സത്യമായി യാഥാർത്ഥ്യമായി ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ തെളിവ് ഞാൻ തരാം. ക്രിസ്തു വിളിച്ചത് 12 പേരെ അല്ലേ? ആ രാജ്യം മൊത്തം വിളിച്ചോ? അവിടെ കൂടെയുള്ള സഹോദരന്മാരെ വിളിച്ചോ? 12 പേരെ ക്രിസ്തു തെരഞ്ഞെടുത്തത്. അതിന് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിയുള്ളവരും ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചുരുക്കമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടുത്തെ വിളിയാ. ഹല്ലേലൂയ. ആമേൻ. അന്നോല്ലയോ? ഇവിടുത്തെ വിളിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഗിഫ്റ്റ് അല്ല. എനിക്ക് സ്വർഗത്തിലെ ദൈവത്തിനൊരു ഗിഫ്റ്റ് വേണം, അല്ലെ? ഞാൻ അതിന് പ്രാപ്തിയാകണം, അല്ലെ?
ഞാൻ പ്രാപ്തിയായാൽ മാത്രമേ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് എനിക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് കൃപാവരങ്ങളുടെ ശുശ്രൂഷ എന്ന ഗിഫ്റ്റ് വേണമെങ്കിൽ ഞാൻ അതിന് പ്രാപ്തിയാകണം. ഞാൻ എന്നതിന് പ്രാപ്തിയാകുന്നു അന്ന് കൃപാവരങ്ങളുടെ ശുശ്രൂഷ കർത്താവ് എനിക്ക് തരുതന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് എന്നിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കും. ഞാൻ പ്രാപ്തി അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പം ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ എന്നിൽ കൂടെ വെളിപ്പെടാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ഞാൻ പ്രാപ്തിയായി മാത്രമേ ദൈവത്തിന്റെ നാമം എന്നിൽ കൂടെ മഹത്വപ്പെടുത്തുകയുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ വാക്യം ജെയിംസിന്റെ പുസ്തകം 4:6 ഇങ്ങനെ പറയുന്നു, God opposes the proud but gives grace to the humble. ആമേൻ. ഇതിന്റെ അവസാനത്തെ 5ാമത്തെ പോയിന്റ് ഇത്രയും ഉള്ളൂ. God's grace calls us unto sincerity and growth. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ വായിച്ചാട്ടെ. God opposes എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. താഴ്മയുള്ളവൻ ദൈവം കൃപ കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകല് താഴ്മയോടെ എവിടെയൊക്കെ നമ്മൾ ആയിരിക്കുന്നോ അവിടെ ദൈവത്തിന് കൃപയുണ്ട്. ഹല്ലേലൂയ. താഴ്മയുള്ളവന് ദൈവം ഇന്ന് കൃപ കൊടുക്കുക. ഹല്ലേലൂയ. താഴ്മ എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിനെ കാട്ടി വലുത് സംതിങ് അല്ല എന്ന് വിചാരിക്കുന്നവന് ദൈവം കൃപ കൊടുക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലുണ്ടെങ്കിലും താന്നിരിക്കുന്നവനും ആത്മാവിൽ കർത്താവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം കൊടുത്ത് ആമേൻ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ആമേൻ ഹംബിളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൃപ കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം ആമേൻ ഒരു പക്ഷത്ത് ദൈവം പ്രൗഢിനെ ഓപ്പോസ് ചെയ്യുന്നെങ്കിൽ ഒരിടത്ത് ഹംബിളായിട്ടുള്ളവന് ദൈവം കൃപ കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ എല്ലാം ചുരുക്കം ഒന്ന് കാര്യമുള്ളൂ. Honesty, pure motives, reverence for God, dealing with sin and embracing God's grace. Ananias and Sapphira serve as warning but also called to leave the integrity before the Lord. അനനിയാസും സഫീരയും ആമേൻ മടങ്ങി ആമേൻ അവർ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുള്ളൂ, അവർ വിശ്വസോടെ ദൈവസന്നിധിയിൽ അവർ വന്നിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് പകല് ചിലപ്പോൾ ആ പണിഷ്മെന്റിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. മറക്കേണ്ടാത്ത കാര്യങ്ങൾ മറച്ചുകൊണ്ട് ദൈവം അവർക്ക് പണിഷ്മെന്റ് കൊടുത്തത് അത് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ദാസനായ പത്രോസിനെ കൂടെ അവരുടെ മരണത്തെ കുറിച്ചും അങ്ങോട്ട് മുന്നോട്ടുള്ള യാമേൻ പണിഷ്മെന്റിനെ കുറിച്ചും വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് തന്റെ ദാസനായ പത്രോസിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവന്റെ ശരീരം അവന് എപ്പം ഏത് നിമിഷം ഏത് മൊമെന്റ് അവൻ ഡിനൈ ചെയ്തോ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് അവൻ തറപ്പിച്ച് ഏത് നിമിഷം പറഞ്ഞോ ആ നിമിഷം ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വീഴുവാനിടയായി. ലോകത്തിൽ ആരോടും കളിച്ചോ പരിശുദ്ധാത്മാവിനോട് കളിക്കില്ല. ലോകത്തിൽ ആരോടും കള്ളം പറഞ്ഞോ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയില്ല. ലോകത്തിൽ ആരോടും എന്തും ചെയ്തോ പരിശുദ്ധാത്മാവിനോട് ഒന്നും ചെയ്യല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും പലപ്പോഴും പറയാനുള്ള കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് തരാത്ത ഒരു കാര്യം എനിക്കിവിടെ വിളിച്ചു പറയുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തരുന്ന കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം പരിശുദ്ധാത്മാവ് തരാത്ത ഒരു കാര്യം നീ നാളെയും ഇന്നും മുന്നോട്ട് ഭാവിയിലുള്ള യാത്രയിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഒരു പാപം മുഖാന്തരം 2 മരണം. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവിന്റെ മരണം ഉണ്ടാകുവാൻ ഇടയായി. ആമേൻ. മരിച്ച് ഭർത്താവ് അങ്ങോട്ട് പുറത്ത് കാല് വെച്ചപ്പോൾ മരിച്ചു പോകുവാനിടയായി. മരിച്ചു പോയപ്പോൾ ആമേൻ അതിനെ ശരീരത്തെ റാപ്പ് ചെയ്ത് ആമേൻ മുന്നോട്ട് കൊണ്ടുവന്ന സമയത്ത് സഫീറ ഓടി വരുന്നു. സഫീറ ഓടി വന്നപ്പോൾ സഫീറയോട് ചോദിക്കുന്നതിന് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ എതിരായി ചെയ്തിട്ടില്ലേ? ആമേൻ പറഞ്ഞു യെസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ പണിഷ്മെന്റ് ഇത് പറയെ നിർക്കുകയും സഫീറ കൊഴിഞ്ഞു വീണ് അവിടെ മരിക്കുവാനിടയായി.
ഹല്ലേലൂയ. ഒരു തെറ്റ് മുഖാന്തരം 2 പ്രാണന പോയത്. ആമേൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വചനം എടുക്കുന്ന ആ ദൈവദാസന്മാരും വിശുദ്ധ വചനം എടുത്ത് നിൽക്കുന്ന നാമെ വർഷിപ്പ് ലീഡേഴ്സും വിശുദ്ധ വചനം എടുത്തിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് അവരോട് പറയുവാനുള്ളത്, നീ പരിശുദ്ധാത്മാവുമായിട്ട് കളിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച് ഒന്നും നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പാടില്ല എന്നുള്ള കാര്യം ഒരു താക്കീലായിട്ട്, വാർണിംഗ് ആയിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയ്ക്കും ആ വ്യക്തികൾക്കും ഒരു വാർണിംഗ് ആയിട്ട് ദൈവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വാർണിംഗ് തരുക. നീ പരിശുദ്ധാത്മാവിനെ മറച്ചു ചെയ്യുന്ന പല കാര്യങ്ങൾ അത് വെളിപ്പെടുത്തുന്ന നാളുകൾ മുന്നിലുണ്ട്. ആമേൻ. വെളിപ്പെടുത്തുന്ന നാളുകൾ മുന്നിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇതൊരു വാർണിംഗ്. ഹല്ലേലൂയ. ഇതൊരു വാർണിംഗ്. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വാർണിംഗ് കിട്ടുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ this is a warning from the Lord Jesus Christ. This is a warning from the Holy Spirit. Do not do anything against the Holy Spirit. Do not speak anything against the Holy Spirit. Do not say anything which the Holy Spirit hasn't given to you anything. Amen. വാക്കുകളെ കുറിച്ചിട്ടാണ്. അങ്ങനെ ആരെയും സ്റ്റേജിന്റെ മേളിൽ കേറി അങ്ങനെ ചെയ്യുന്ന ആരും ഉണ്ടെങ്കിലും അവരോട് ഇന്ന് പകൽ വാർണിംഗ് ലഭിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ എന്നോട് പറയുന്നത് വാർണിംഗ്. ഇറ്റ്സ് എ വാർണിംഗ്. ഇറ്റ്സ് എ ഫൈനൽ വാർണിംഗ്. നീ ഇത് വെച്ച് പൊറപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ഹല്ലേലൂയ. അതിന്റെ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ച് ആമേൻ കളിപ്പിക്കാതെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് യെസ് അന്ന് അവര് പറഞ്ഞിരുന്നെങ്കിൽ യെസ് ഇത് ചെയ്തു പോയി, ഇത് നടന്നു പോയി, ഇത് ഞങ്ങൾ അവർ ട്രാൻസ്പെറന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചാൻസ് കൂടി ദൈവം കൊടുത്തേനെ. നിനക്ക് അടുത്ത ചാൻസ് ഇന്ന് പകൽ ദൈവ സ്വർഗത്തിൽ ദൈവം നമുക്ക് തരത്തില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചാൻസിൽ മാനസാന്തരപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്ത് ആമേൻ തെറ്റുകളെ തിരുത്തി അതിനെ ശരിയാക്കി മുന്നോട്ട് ഇപ്പോൾ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. ഇന്ന് നിന്റെ ആമേൻ മാനസാന്തരത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ദിവസം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകില്ല. കർത്താവ് നമുക്ക് ഒരു അവസരം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഒരു അവസരം പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്തതെല്ലാം പരിശുദ്ധാത്മാവ് ഫോർഗീവ് ചെയ്യുവാൻ തയ്യാറാ. നീ മുന്നോട്ട് നീ ഒരിക്കലും പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയുടെ എതിരായില്ല ഞാൻ സംസാരിക്കുകയില്ല, ഞാൻ അങ്ങയുടെ എതിരായി സംസാരിക്കുകയില്ല, ഞാൻ അങ്ങയുടെ എതിരായി വിസ്പർ ചെയ്യത്തില്ല എന്ന് പരിശുദ്ധാത്മാവോട് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുമെന്ന് നിശ്ചയം. ഈ വചനത്താൽ നിങ്ങളുടെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.